കുടിവെള്ള ക്ഷാമം മാറ്റാൻ നിർമ്മിച്ച വാട്ടർ ടാങ്കിൽ ഒരു വർഷം പിന്നിട്ടിട്ടും വെള്ളമെത്താത്തതിൽ പ്രതിഷേധിച്ച നാട്ടുകാർ. ചെറുന്നിയൂർ ഗ്രാമപഞ്ചായത്തിൽ ദളവാപുരത്ത് ജൽ ജീവൻ പദ്ധതി പ്രകാരം ജല അതോറിറ്റി നിർമ്മിച്ച കൂറ്റൻ ജലസംഭരണിയാണ് ഇനിയും വെള്ളമെത്താതെ പദ്ധതി പൂർത്തീകരിക്കാതെ തുടരുന്നത്. ഇക്കഴിഞ്ഞ വേനൽക്കാലത്ത് ചെറുന്നിയൂരിൽ രൂക്ഷമായ ജലക്ഷാമമാണ് നേരിട്ടത്. വർക്കല നഗരസഭ ഉൾപ്പെടെ സമീപ പഞ്ചായത്തുകളിലേക്ക് ജലവിതരണം ചെയ്യുന്നത് നിലവിൽ രഘുനാഥപുരത്തെ സംഭരണിയിൽ നിന്നുമാണ്. ഇതിനു പുറമെയാണ് ചെറുന്നിയൂരിൽ ഉൾപ്പെടെ 3 പഞ്ചായത്തുകളിൽ പ്രത്യേകമായി ടാങ്കുകളും അനുബന്ധമായി പുതിയ ട്രീറ്റ്മെന്റ് പ്ലാന്റും നിർമ്മിച്ചത്. ചെറുന്നിയൂരിലെ പദ്ധതി പ്രവർത്തനക്ഷമമായാൽ രഘുനാഥപുരം സംഭരണിയിലെ ജലം വർക്കല നഗരസഭയ്ക്കും ഇടവ ഇലകമൺ പഞ്ചായത്തുകളിലേക്കും മാത്രമായി വിതരണം ചെയ്യാൻ സാധിക്കും. വാമനപുരം നദി കേന്ദ്രീകരിച്ച് നിലവിൽ 1 ഡസനിലധികം ജലവിതരണ പദ്ധതികളാണ് പ്രവർത്തിക്കുന്നത്. വേനൽക്കാലത്ത് വർക്കല മേഖലയിൽ രഘുനാഥപുരത്തെ സംഭരണിയിൽ നിന്ന് മാത്രം വെള്ളം വിതരണം ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത്. കൊല്ലംപുഴയിലെ ചെക്ക് ഡാമിന്റെ പണി പാതി വഴിയിൽ തുടരുകയാണ്. എത്രയും പെട്ടെന്ന് പൈപ്പ് ലൈനിന്റെ പണികൾ പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പൈപ്പ് ലൈന് സ്ഥലമില്ലാതെ വാമനപുരം നദിയിൽ നിന്നും കൊല്ലംപുഴ ഭാഗത്ത് നിന്ന് വെള്ളം എത്തിക്കാനുള്ള പൈപ്പ് ലൈനിലുള്ള സ്ഥലം സ്വകാര്യ വ്യക്തിയിൽ നിന്ന് ഏറ്റെടുക്കാനുള്ള കാലതാമസമാണ് പദ്ധതി വൈകാൻ കാരണമെന്നാണ് പറയുന്നത്. 8 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ദളവാപുരത്തെ കുന്നിന്മേൽ വാട്ടർ ടാങ്കിന്റെ നിർമ്മാണം പൂർത്തിയായിട്ട് 1 വർഷമാണ് പിന്നിട്ടത്. ചെറുന്നിയൂരിൽ സ്ഥാപിച്ച ജൽജീവൻ പദ്ധതിയുടെ ടാങ്കിൽ കുടിവെള്ളം എത്തിക്കാൻ ഇതുവരെയും നടപടികൾ സ്വീകരിച്ചിട്ടില്ല. നിലവിൽ നേരിടുന്ന കൊല്ലംപുഴയിലെ പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ പ്രശ്നം അടിയന്തരമായി പരിഹരിച്ചാൽ മാത്രമാകും ചെറുന്നിയൂർ, ചെമ്മരുതി, വെട്ടൂർ പഞ്ചായത്തുകൾക്ക് മാത്രമായി കൂടുതൽ ജലം ലഭ്യമാക്കുന്ന തരത്തിൽ ഈ വാട്ടർ ടാങ്കുകളിലേക്ക് ജലം എത്തിക്കാൻ കഴിയുകയുള്ളൂ. വിസ്മയ ന്യൂസ്, വർക്കല.